2025 മാർച്ച് മാസം 15 വൈകുന്നേരം ഒരു 4 മണിയോട് കൂടി ഡൽഹിയിലെ നിജാഫർ കനാലിൽ ഒരു സിമന്റ് ചാക്ക് കരക്കിടിഞ്ഞു. ആ ചാക്ക് ഇലക്ട്രിക് കമ്പികൾ കൊണ്ട് കെട്ടിയിരിക്കുകയായിരുന്നു. ആ ചാക്കിൽ നിന്നും ആ പ്രദേശം മുഴുവനും വല്ലാത്തൊരു ദുർഗന്ധം പടരാൻ തുടങ്ങി. ആ പ്രദേശത്തൂടെ പോയവർ ഇത് ശ്രദ്ധിച്ച് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്ന് ആ ചാക്ക് വെള്ളത്തിൽ നിന്നും പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഒരു വലിയ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ ചാക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോൾ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതിനുള്ളിൽ ഒരു മൃതദേഹം ഉണ്ടായിരുന്നു. ആ മൃതശരീരം ഒരു പെൺകുട്ടിയുടേതായിരുന്നു. ഇതിനുശേഷം പോലീസ് ആ ഡെഡ് ബോഡി ഓട്ടോപ്സി ചെയ്യാനായി അയച്ചു. കൂടാതെ ആ സ്ഥലത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ തെളിവ് ലഭിക്കുമോ എന്ന് ഗൗരവമായി അന്വേഷിക്കാനും തുടങ്ങി. എന്നാൽ അവർ പ്രതീക്ഷിച്ചത്ര തെളിവുകളൊന്നും അവിടെ നിന്ന് ലഭിച്ചില്ല. പക്ഷെ ഈ ഒരു കേസ് അവസാനിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവ് അവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ച ആ ഡെഡ് ബോഡിയിൽ തന്നെ ഉണ്ട് എന്ന് അപ്പോൾ അവർക്കറിയില്ലായിരുന്നു. മാർച്ച് മാസം ഡൽഹിയിൽ നടന്ന ഒരു കൊലപാതകം, അതിൽ നിന്നും ലഭിച്ച ഒരു ചെറിയ തെളിവ് ഉപയോഗിച്ച് എങ്ങനെയാണ് പോലീസ് കുറ്റവാളിയെ കണ്ടെത്തിയത്? കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ആരാണ്? അവളെ ഇത്ര ക്രൂരമായി കൊന്ന് ചാക്കിൽ കെട്ടി കനാലിൽ തൂക്കി വീശിയത് ആരാണ്? നിജാഫർ കനാലിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കാൻ ഡൽഹി പോലീസ് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചു. പോലീസ് ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ച രണ്ടാമത്തെ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചു. മരിച്ച ആ പെൺകുട്ടിക്ക് 45-50 വയസ്സിനിടയിൽ പ്രായമുണ്ടാകും. അവളെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരിക്കുന്നത്. മരിച്ചൊരു 3-4 ദിവസമായിട്ടുണ്ടാകും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യഘട്ടമായി പോലീസ് ആ ഡൽഹിയിൽ കാണാതായവരുടെ ലിസ്റ്റ് എടുത്ത് അതിൽ 40 മുതൽ 50 വയസ്സിനിടയിലുള്ള സ്ത്രീകളുടെ എല്ലാം പേരുകൾ കണ്ടെത്തി അത് പ്രത്യേകം എടുത്ത് അന്വേഷിക്കാൻ തുടങ്ങി. മൃതദേഹം കണ്ടെത്തി ആ ഒരു പ്രദേശത്ത് കഴിഞ്ഞ 5 ദിവസം റെക്കോർഡായ എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലായി ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന മൊബൈൽ സിഗ്നൽസ് എല്ലാം തന്നെ പ്രത്യേക പോലീസിന്റെ മേൽനോട്ടത്തിൽ അന്വേഷിച്ചു. ആ ഡെഡ് ബോഡി ഫോട്ടോ എടുത്ത് അത് സംബന്ധിക്കുന്ന ന്യൂസ്, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് എല്ലാ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പോലീസിന്റെ അന്വേഷണം ഓരോ മേഖലയിലും വളരെ കൃത്യമായി മുന്നോട്ട് പോയി. ഈ മൃതദേഹം കിടന്ന പ്രദേശത്ത് യാതൊരു തെളിവുകളും അവശേഷിക്കരുത് എന്നുള്ളതിൽ കൊലയാളി വളരെ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് തീരുമാനത്തിലെത്താൻ ഒരല്പം കാലതാമസം എടുത്തു. എത്ര ശ്രമിച്ചിട്ടും പോലീസിന് ഈ ഒരു കേസ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനേ സാധിച്ചില്ല. മൃതദേഹം കണ്ടെടുത്തത് മുതൽ ഒരു 2 ആഴ്ചയായിട്ട് കൂടിയും ഈ ഒരു കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടേ ഇല്ല. ആ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ സംഭവിച്ച കൊലപാതകമായതുകൊണ്ട് തന്നെ പോലീസിന് ഈ ഒരു കേസിൽ ദിവസം കഴിയുന്തോറും ഒരു സമ്മർദ്ദവും മുറുകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയോ, എന്തെങ്കിലും നമുക്ക് മറന്നുപോയോ എന്ന് ചിന്തിച്ച പോലീസ് വീണ്ടും കിട്ടിയ കാര്യങ്ങളെല്ലാം ഒന്ന് റീചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റീചെക്ക് ചെയ്യുമ്പോഴായിരുന്നു ആ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, അത് പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു. പക്ഷെ പോലീസ് അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് മനസ്സിലായി. അതായത് ഈ കൊലപാതകം ചെയ്ത് മൃതദേഹം കനാലിലേക്ക് എറിയുന്നതിന് മുൻപ് കൊലയാളി ആ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്ന എല്ലാ ആഭരണങ്ങളും ഊരി മാറ്റിയിരുന്നു. യാതൊരു തെളിവും അവശേഷിക്കരുത് എന്നതിനു വേണ്ടി അവളുടെ ശരീരത്തിൽ വാച്ചോ മോതിരമോ ചെയിനോ ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാം തന്നെ വളരെ ശ്രദ്ധാപൂർവം മാറ്റി. പിന്നീടാണ് ആ ഡെഡ് ബോഡി എടുത്ത് സിമന്റ് ചാക്കിനുള്ളിൽ കെട്ടി കനാലിലേക്ക് എറിഞ്ഞത്. ഇങ്ങനെ എല്ലാം റിമൂവ് ചെയ്ത കൊലയാളി ആ പെൺകുട്ടിയുടെ മൂക്കിലുണ്ടായിരുന്ന മൂക്കുത്തി എടുക്കാൻ മറന്നുപോയി. ഒരു പക്ഷേ ധൃതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു. ആ മൂക്കുത്തി ഓട്ടോപ്സി റിപ്പോർട്ട് വരുമ്പോൾ തന്നെ പോലീസിന് ഡോക്ടർ കൈമാറിയിരുന്നു. അങ്ങനെ മൂക്കുത്തി പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ഒരു ലോഗോ ഉള്ളത് പോലീസ് ശ്രദ്ധിച്ചു. ആ ലോഗോ തീർച്ചയായും ഒരു സ്വർണ്ണക്കടയുടേതാണ് എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ആ ലോഗോ അടിസ്ഥാനമാക്കി വളരെ തീവ്രമായി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചതിൽ ആ മൂക്കുത്തിയിൽ ഉണ്ടായിരുന്ന ലോഗോ സൗത്ത് ഡൽഹിയിലുള്ള ഒരു ജ്വല്ലറിയുടേതാണെന്ന് പോലീസിന് മനസ്സിലായി. നേരിട്ട് ആ ജ്വല്ലറിയിലേക്ക് തന്നെ ചെല്ലുന്നു. ആ മൂക്കുത്തി കാണിച്ച് അവിടെ ഉണ്ടായിരുന്ന ബിൽ ലിസ്റ്റ് വഴി ആ സ്വർണം ആര് വാങ്ങിയതാണ് എന്ന് നോക്കുന്നു. ഡൽഹിയിലുള്ള ഗുരുഗ്രാം സെക്ടർ 10 ഏരിയയിൽ താമസിക്കുന്ന അനിൽ കുമാർ എന്നയാളാണ് ഈ മൂക്കുത്തി ആ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെ ആ ബില്ലിലുണ്ടായിരുന്ന അഡ്രസ് വഴി പോലീസ് നേരിട്ട് തന്നെ ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ വീട് പുറമെ പൂട്ടിയിരിക്കുകയായിരുന്നു. പിന്നീട് ബില്ലിലുണ്ടായിരുന്ന നമ്പറിലേക്കും പോലീസ് വിളിച്ചു നോക്കി. ആ നമ്പർ റിംഗ് ആകുന്നുണ്ട്, പക്ഷെ കോൾ അറ്റൻഡ് ആകുന്നില്ല. എന്നാൽ പോലീസ് അവസാനിപ്പിച്ചില്ല.
തുടർന്ന് ആ നമ്പറിൽ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ ആ കോൾ അയാൾ അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ ഡൽഹി പോലീസാണ് സംസാരിക്കുന്നത്, നിങ്ങളോട് ഒരല്പം സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. അതിന് അനിൽകുമാർ, എന്നോടിപ്പോ നേരിട്ട് സംസാരിക്കാൻ സാധിക്കില്ല, ഞാനിപ്പോ ഒരു ജോലി ആവശ്യത്തിനായി രാജസ്ഥാനിലേക്ക് പോവുകയാണ്, തിരികെ വരാൻ 1 മാസത്തോളം ആകും എന്നും പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞത്, ഇല്ലില്ല, അവളിപ്പോ എന്റെ കൂടെയല്ല, അവൾ ഉത്തർപ്രദേശിലുള്ള വൃന്ദാവനിലേക്ക് പോയിട്ടുണ്ട് എന്നും പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ മൊബൈൽ നമ്പർ തന്നാൽ മതി എന്നും പോലീസ് പറഞ്ഞു. ഇവിടെ അനിൽകുമാർ പറഞ്ഞത്, എനിക്കും അവൾക്കും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്, വഴക്കിട്ടാണ് അവൾ അവസാനമായി വീട് വിട്ട് ഇറങ്ങിയത്. അങ്ങനെ പോകുന്ന ധൃതിയിൽ അവൾ അവളുടെ ഫോൺ എടുത്തില്ല, വീട്ടിൽ തന്നെ മറന്നു വെച്ച് പോയി എന്നും പോലീസിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ പോലീസ് വീണ്ടും ഒരു കാര്യം ചോദിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ജ്വല്ലറിയിൽ നിന്ന് മൂക്കുത്തി വാങ്ങിയോ എന്ന് ചോദിച്ചു. ഇതിന് അനിൽകുമാർ, നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് ശല്യം ചെയ്യുന്നത് എന്നും പറഞ്ഞ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. അനിൽകുമാറിന്റെ ഈ ഒരു പരിഭ്രാന്തി തന്നെ പോലീസിന് ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ സഹായിച്ചു. ഇതിനുശേഷം ഡൽഹിയുടെ ദ്വാരക പ്രദേശത്തുണ്ടായിരുന്ന അനിൽകുമാറിന്റെ ഓഫീസിലേക്ക് ചെന്ന് അവിടെ നിന്നും എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡയറിയിൽ അനിൽകുമാറിന്റെ അമ്മായിയമ്മയുടെ നമ്പർ ലഭിച്ചു. അങ്ങനെ ആ നമ്പറിലേക്ക് വിളിക്കുകയും അനിൽകുമാറിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് നേരിട്ട് തന്നെ പോലീസ് എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പോലീസിന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പറഞ്ഞു. 47 വയസ്സുള്ള തന്റെ മകൾ സീമ സിംഗിനും അനിൽകുമാറിനും 20 വർഷത്തിന് മുൻപ് വിവാഹം കഴിഞ്ഞു. അവർക്ക് 2 ആൺമക്കളും ജനിച്ചു. 2 പേരും ഇപ്പൊ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. അനിൽകുമാർ ഒരു ബിസിനസ്സുകാരനാണ്. അയാളുടെ ബിസിനസ്സിൽ കയറ്റവും ഇറക്കവും ഒരുപാടുണ്ടാകും. അതുകൊണ്ടാണോ എന്നറിയില്ല, ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ ഇടയ്ക്കിടെ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ വീണ്ടും അവർ കോംപ്രമൈസിലാകും. അവർക്കിടയിൽ ഇതൊരു സാധാരണ കാര്യമാണ്. കഴിഞ്ഞ മാസം പോലും അവർക്കിടയിൽ വലിയൊരു വഴക്കുണ്ടായി. പിന്നീട് എന്റെ മകൾ എന്റെ വീട്ടിൽ തന്നെ വന്നു നിന്നു. ചില ആഴ്ചകൾ ഇവിടെ താമസിച്ചു. എന്നാൽ പിന്നീട് ഭർത്താവ് വന്ന് അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. മാർച്ച് മാസം 11-ാം തീയതിയാണ് ഞങ്ങൾ അവളോട് അവസാനമായി സംസാരിച്ചത്. പിന്നീട് അവളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്ത് പറ്റിയെന്ന് ഞാൻ അവളുടെ ഭർത്താവിനോട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവൾ ഒരല്പം അപ്സെറ്റിലാണ്. കുറച്ച് ദിവസത്തേക്ക് അവൾ ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവൾ ജയ്പൂരിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾ ആരും ദയവെച്ച് അവളെ ശല്യം ചെയ്യണ്ട, തിരിച്ചു വന്നതും അവൾ തന്നെ നിങ്ങൾക്ക് ഫോൺ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് തുടക്കത്തിൽ സീമ സിംഗിന്റെ അമ്മ വിശ്വസിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു സംശയം തോന്നി. പോലീസിൽ പരാതി നൽകിയാലോ എന്ന ഒരു തീരുമാനം വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ, അനിൽകുമാർ ഇത്രയൊക്കെ പറയുന്നല്ലോ, അപ്പൊ പോലീസിന്റെ പക്കലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം അറിഞ്ഞ പോലീസ് ഇങ്ങനെ കനാലിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെടുത്തിയ കാര്യം അവരോട് പറയുകയും സീമ സിംഗിന്റെ മാതാപിതാക്കളെ ഏപ്രിൽ മാസം 1-ാം തീയതി ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡെഡ് ബോഡി തിരിച്ചറിയാനും ആവശ്യപ്പെട്ടു. അത് തങ്ങളുടെ മകൾ സീമ സിംഗ് ആണെന്ന് അവർ സ്ഥിരീകരിച്ചു. അടുത്ത ദിവസം സീമ സിംഗിന്റെ മൂത്ത മകനെയും കൊണ്ടുവന്ന് ഡെഡ് ബോഡി തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു. അവനും അത് തന്റെ അമ്മയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഇതിലൂടെയെല്ലാം കനാലിൽ നിന്നും കണ്ടെത്തിയ ആ ഡെഡ് ബോഡി ബിസിനസ്സുകാരനായ അനിൽകുമാറിന്റെ ഭാര്യ സീമ സിംഗിന്റേതാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇനി ഈ ഒരു കൊലപാതകം അനിൽകുമാർ ആണോ ചെയ്തത്, അല്ലെങ്കിൽ മറ്റാരാണ് ചെയ്തത്? ഇതാണ് പോലീസിന് അറിയേണ്ടത്. ആ രീതിയിൽ ഇപ്പോൾ അന്വേഷണം പോയി. എന്നാൽ അതിനൊരു ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അനിൽകുമാർ തന്നെ പറയണം. അവനെ അന്വേഷിച്ചു കൊണ്ടൊന്ന് ചോദ്യം ചെയ്യണം. അവൻ പറഞ്ഞാൽ മാത്രമേ സത്യം അറിയാൻ കഴിയൂ. പക്ഷേ അയാൾ രാജസ്ഥാനിലെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് പോലീസിന് നന്നായി അറിയാം. പക്ഷെ അയാളുടെ നമ്പർ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ അയാൾ എവിടെയാണെന്നുള്ളത് പോലും അറിയാൻ സാധിച്ചില്ല. ഈ സമയത്താണ് അനിൽകുമാറിന്റെ വീട്ടിൽ ചില ആളുകളുടെ പ്രവർത്തനമുണ്ടെന്ന് ഒരു വിവരം പോലീസിന് ലഭിക്കുന്നു. ഉടൻ തന്നെ പോലീസ് അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ ശിവശങ്കരൻ എന്നയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളോട് പോലീസ് ചെന്ന്, 2 ആഴ്ചയ്ക്ക് മുൻപ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു. അതിന് ശിവശങ്കർ, കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയിരുന്നു. ലീവ് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് ഞാൻ വന്നത്. ശരി, ഞങ്ങൾ വന്നപ്പോൾ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വാതിൽ തുറന്നത് എന്നും ചോദിച്ചു. അതിന് അയാൾ പറഞ്ഞത്, ഈ വീടിന്റെ താക്കോൽ എൻ്റെ കൈവശം ഒന്നുണ്ട്, അത് വെച്ചാണ് ഞാൻ തുറന്നത് എന്നും പറഞ്ഞു. ശിവശങ്കറിന്റെ ഈ ഒരു മറുപടിയാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചത്. കാരണം ആ വീടിന് 2 ചാവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒന്ന് തന്റെ മകൾ സീമ സിംഗിന്റെ പക്കലും മറ്റൊന്ന് സീമ സിംഗിന്റെ ഭർത്താവായ അനിൽകുമാറിന്റെ പക്കലുമുള്ളതായി സീമ സിംഗിന്റെ അമ്മ ഇതിനകം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ തന്റെ കയ്യിൽ ഒരു ചാവി ഉള്ളതായി ശിവശങ്കറും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് ചാൻസസ് ഉണ്ട്.
ഒരുപക്ഷെ ശിവശങ്കരൻ എന്ന ജോലിക്കാരൻ കള്ളം പറയുന്നതാണോ, അല്ലെങ്കിൽ സീമാ സിംഗിന്റെ പക്കൽ നിന്നും എടുത്തതാണോ? ഇങ്ങനെയുള്ള പല സംശയത്തിൽ ഉടൻ തന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും തനിക്ക് അറിയാത്തതുപോലെയും സീമാ സിംഗ് കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ അയാൾ വളരെ വിഷമിക്കുന്നത് പോലെയും കരയുന്നത് പോലെയും ഒക്കെ അഭിനയിച്ചു. എന്നാൽ അയാളുടെ അഭിനയമാണിതെന്ന് പോലീസ് നന്നായി തന്നെ മനസ്സിലായി. ഇതിനുശേഷം പോലീസ് അവരുടേതായ രീതിയിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ശിവശങ്കർ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പറയാൻ തുടങ്ങി. അനിൽകുമാറിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണം അനിൽകുമാറിന് ബുദ്ധിപൂർവം പണം ചിലവഴിക്കാൻ അറിയില്ല. ധാരാളം പണം ആവശ്യമില്ലാതെ ചിലവഴിക്കും. ഈ ഒരു കാരണം പറഞ്ഞ് സീമാ സിംഗ് ഇടയ്ക്കിടെ ഭർത്താവിനെ ശകാരിച്ചു കൊണ്ടിരിക്കും. സീമാ സിംഗിന്റെ ഈ ആരോപണങ്ങൾ അനിൽകുമാറിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ മാർച്ച് മാസം 11-ാം തീയതി ഇതേ കാരണങ്ങളാൽ അവർക്കിടയിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി. അപ്പോ ആ വീട്ടിൽ നിന്നും ഞാൻ പുറത്തേക്ക് വന്നു. ഒരുപാട് സമയം കഴിഞ്ഞ് ഞാൻ ആ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ സീമാ സിംഗ് താഴെ കിടക്കുന്നതായിരുന്നു കണ്ടത്, യാതൊരു ചലനവുമില്ലാതെ. എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പ്രശ്നമുണ്ടായപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അടക്കാനാകാത്ത ദേഷ്യമായിരുന്നു. നിയന്ത്രണമില്ലാതെ ഞാൻ അവളുടെ കഴുത്ത് ഞെരിച്ചു. അവൾ അപ്പത്തിന് താഴെ വീണു. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് അദ്ദേഹം വളരെ ഭയത്തോടു കൂടി പറഞ്ഞു. അതിനുശേഷം ഞാനും അദ്ദേഹവും ചേർന്നാണ് സീമാ സിംഗിന്റെ മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയത്. യാതൊരു തെളിവുകളും അവശേഷിക്കാതിരിക്കാനായി വളരെ ശ്രദ്ധിച്ച് ആ ബോഡി സിമന്റ് ചാക്കിൽ കെട്ടി. എന്നിട്ട് ഒരു ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ച് അത് നന്നായി കെട്ടി. പിന്നീട് ആ ഡെഡ് ബോഡി ഏതെങ്കിലും കടലിലോ കായലിലോ കൊണ്ട് കളയണമെന്നാണ് ഞങ്ങൾ പദ്ധതിയിട്ടത്. അതുകൊണ്ട് തന്നെ ആ ശരീരവുമായി ചേർത്ത് ഒരു വലിയ കല്ലും കെട്ടിവെച്ചു. അങ്ങനെ രണ്ടുപേരും വീട്ടിൽ നിന്ന് ആ ഡെഡ് ബോഡിയുമായി പുറത്തേക്ക് ഇറങ്ങി നിസാപൂർ കനാലിനടുത്ത് വണ്ടി നിർത്തി. ഞാൻ മാത്രം ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ ബോഡി കനാലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം അനിൽകുമാർ എന്നെ നാട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടു. നാട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഡെഡ് ബോഡി കനാലിൽ നിന്നും ലഭിച്ചു എന്ന വാർത്ത ഞാൻ TV-യിൽ കണ്ടു. പിന്നീട് അടുത്ത 2 ആഴ്ച വരെയും ഈ ഒരു കൊലപാതകം സംബന്ധിക്കുന്ന യാതൊരു ന്യൂസും TV-യിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് പോലീസിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന് ഞാനും അനിൽകുമാറും വിശ്വസിച്ചു. എന്നാൽ ഒരു 2 ദിവസത്തിന് മുൻപാണ് അനിൽകുമാർ എനിക്ക് ഫോൺ വിളിച്ചത്. പോലീസ് തന്നെ വിളിച്ചതായും പോലീസിന്റെ സംസാരത്തിലൂടെ കൊലപാതകം അവർ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഗുരുഗ്രാമിലെ വീട്ടിലേക്ക് ചെന്ന് അവിടെ എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നശിപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഡൽഹി ദ്വാരകയിലുള്ള ഒരു വീട്ടിൽ ആർക്കും അറിയാതെ ഒളിച്ചിരിക്കുന്ന അനിൽകുമാറിനെ ഞാൻ പോയി കാണുകയും ചാവി അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് വാങ്ങി ഗുരുഗ്രാമിലേക്ക് ഞാൻ വന്നു. ഞാൻ ഇവിടെ വന്നൊരു അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസും ഇവിടെ വന്നു എന്ന് ശിവശങ്കർ പോലീസിനോട് പറഞ്ഞു. ഇതിനുശേഷം ഈ ശിവശങ്കർ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദ്വാരക പ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഒളിച്ചിരുന്ന അനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ഉണ്ടായിരുന്ന ആ വീട്ടിൽ ഒരേ ഒരു യുവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടിക്കും അനിൽകുമാറിനും ഇടയിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ളതായി പോലീസിന് ഒരു വിവരം ലഭിച്ചു. പോലീസിന് ലഭിച്ച ഈ ഒരു വിവരം ഈ കൊലപാതകം ചെയ്യാനുള്ള മറ്റൊരു കാരണം കൂടെ ആയിരിക്കാം എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ ഒരു കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ്. അനിൽകുമാറിനും അയാളെ സഹായിച്ച ജോലിക്കാരനും ഇതുവരെയും കൃത്യമായ ശിക്ഷ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇവർ അർഹിക്കുന്ന ശിക്ഷ എന്തായാലും നിയമം അവർക്ക് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ പണവും അവർക്കുണ്ടാകുന്ന ഇല്ലീഗൽ റിലേഷൻഷിപ്പുമാണ് ആ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത്, മനുഷ്യത്വമില്ലാതെ കൊലപാതകങ്ങൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്നത്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് എങ്കിലും തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.